ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി യുക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ 90% അംഗീകരിക്കുന്നുവെന്ന് സെലൻസ്കിയും പറഞ്ഞു. സൗമ്യ ആർ കൃഷ്ണയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സൗമ്യ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു, പദ്ധതിയായിരുന്നു. അപ്പോൾ ഈ ചർച്ച അത് വളരെ നിർണായകമാണ്. ചർച്ചയ്ക്ക് ശേഷം മുന്നിലേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു നമ്മുടെയൊക്കെ തലമുറ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്ന്, ഏറ്റവും ദീർഘകാലം നീണ്ടുനിന്ന യുദ്ധങ്ങളിൽ ഒന്നാണ് യുക്രൈൻ റഷ്യ യുദ്ധം. ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് മാറേ ലഗോയിലുള്ള ട്രംപിൻ്റെ ഒരു റിസോർട്ടിൽ, ഫ്ലോറിഡയിലുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച ഇവർ നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും രണ്ടുപേരും ഇത് വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലാണ് സംസാരിച്ചത്. ട്രംപ് ഈ പറഞ്ഞതുപോലെ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു, പുരോഗതിയുണ്ട്, വലിയ രീതിയിൽ തന്നെയുള്ള പ്രതീക്ഷയാണ് ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സെലൻസ്കി ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ 90% കാര്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇക്കാര്യത്തിൽ പറയുന്നത് ഒരു സ്വതന്ത്ര വ്യാപാര മേഖല എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. ഈ ഒരു കണ്ടീഷൻ കഠിനമായ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായ ഒരു സ്റ്റെപ്പായി മുന്നിലുള്ളത്, അല്ലെങ്കിൽ ഒരു പടിയായി മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും കഠിനമായ ഇരുഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ചില നിർണായകമായ കണ്ടീഷനുകൾ, ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഒരു ചർച്ച നടത്തുകയാണ്. എന്തായാലും സെലൻസ്കിയും വളരെ അനുഭാവപൂർവ്വം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സെലൻസ്കി പറയുന്നത് വരുന്ന ജനുവരിയിൽ ട്രംപിന്റെ ആതിഥേയത്വത്തിൽ യൂറോപ്പിലെ പ്രധാന നേതാക്കളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കൂടിക്കാഴ്ച, ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. അതിന് ട്രംപ് സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ ശുഭകരമായ വാർത്തകൾ പുറത്തു വന്നേക്കുമെന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റുമായും പുടിനുമായും ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ ഫോണിലൂടെ സംഭാഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് മുൻപും ശേഷവും ഈ സംഭാഷണം നടത്തി എന്നാണ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സൗമ്യ ആർ കൃഷ്ണയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.